താന്തോന്നിയുടെ കാന്താരി പെണ്ണ്. രചന ജോഅനു. എന്നാലും തുമ്പിക്കുട്ടിക്കൊരു പിണക്കം അവനവളുടെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ സ്പർശനത്തിലൊന്ന് പുളഞ്ഞുകൊണ്ട് അവൾ അവനിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ ബലിഷ്ഠമായ കൈകളിൽ നിന്ന് അവൾക്ക് മോചിതയാവാൻ കഴിഞ്ഞില്ല. അവന്റെ കൈകൾ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരുന്നു. അവർ തമ്മിൽ ഒരു ഇഞ്ച് പോലും അകലമില്ലാതായി. ഹർഷൻ പതിയെ അവന്റെ അധരം അവളുടെ നെറുകയിൽ വെച്ച് അമർത്തി മുത്തി. തുമ്പിയൊന്ന് കുറുകി കുറച്ചുകൂടി അവനിലേക്ക് പറ്റിച്ചേർന്നു. പതിയെ അധരം അവളുടെ കാതിലേക്ക് അടുപ്പിച്ച് അവന്റെ പല്ലുകൾ അവൻ പതിയെ കാതിലേക്ക് ആഴ്ത്തി. അവളൊന്ന് കുറുകിക്കൊണ്ട് അവന്റെ ഷർട്ടിൽ ചുളിവുകൾ സൃഷ്ടിച്ചു. പതിയെ ദന്തങ്ങൾ അവളുടെ കാതിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ മെല്ലെ മൊഴിഞ്ഞു. എന്താ എന്റെ തുമ്പിക്കുട്ടിക്കൊരു പിണക്കം? അവന്റെ നിശ്വാസം കാതിൽ പതിഞ്ഞപ്പോൾ തുമ്പിക്ക് കോരിത്തരിച്ചു. എനിക്കാരോടെ ഒരു പിണക്കൊന്നുമില്ല. വിക്കി വിക്കി തുമ്പിപ്പെണ്ണെങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. എനിക്കറിയാൻ എൻ്റെ തുമ്പിപ്പെണ്ണിൻ്റെ സംശയങ്ങൾ. ഞാൻ തന്നെ പറഞ്ഞുതരാം. നീ കരുതുന്ന പോലെ ഞാനൊരു കിഡ്നാപ്പറൊന്നുമല്ല. ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്ന റോഡ് സൈഡിൽ വെച്ചാ. നീ ഒരു കരയുന്ന കുട്ടിക്ക് ബലൂൺ വാങ്ങിക്കൊടുത്തില്ലേ? അത് കണ്ടപ്പോഴേ ഈ പെണ്ണിനെ സ്വന്തമാക്കണമെന്ന് കരുതിയതാ. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ചോദിച്ചു. അപ്പോഴറിഞ്ഞ് ഡിഗ്രി പാസ്സാവാൻ നിന്നെ കെട്ടിച്ചേരില്ല എന്ന്. അപ്പം ഞാൻ തീരുമാനിച്ചു നിന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും എഴുതിപ്പിക്കാമെന്ന്. അന്ന് രാത്രി ചുമ്മാ നിന്റെ വീടിൻ്റെ മുമ്പിൽ വന്നപ്പോൾ നീ ബാഗൊക്കെ ആയിട്ട് ഒളിച്ചോടാൻ നോക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കരുതി നിനക്ക് വല്ല പ്രേമം കാണുന്നു, അതുകൊണ്ട് ഒളിച്ചോടുന്നതാണെന്ന്. പക്ഷെ എന്തായാലും അതുകൊണ്ട് ഒന്നുമല്ലേ എന്ന് പിന്നീട് നിന്റെ വായിന്ന് തന്നെ വന്നു. പിന്നെ മനഃപൂർവ്വ ഞാൻ നിന്റെ മുമ്പിൽ വരാഞ്ഞു. നീ PG കൂടി എടുക്കട്ടെന്ന് എഴുതിയാ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യിപ്പിച്ച് എൻ്റെ തുമ്പിക്കുട്ടിയെ. തുമ്പിയൊന്നും മോളുക മാത്രമേ ചെയ്തുള്ളൂ. അടുത്ത ശനിയാഴ്ച തന്നെ നമ്മുടെ നിശ്ചയം കാണും. നാളെ മുതൽ ക്ലാസ് തുടങ്ങുമല്ലേ. ഞാനായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടൻസി സാറ്. പിന്നെ കോളേജിൽ വെച്ച് ഞാൻ നിന്റെ അധ്യാപകൻ മാത്രമായിരിക്കും. എല്ലാ സ്റ്റുഡൻസിനെ പോലെയുള്ളൂ എനിക്ക് നീയും. അവരുള്ള പരിഗണനയെ നിനക്കും കിട്ടും. ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളും നല്ല മാർക്കോടെ പാസ്സാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോഫ്റ്റായി പെരുമാറി ആരും പഠിക്കില്ലെന്ന് എനിക്കറിയാം. അതിനാൽ ഞാൻ അല്പം ആശയിൽ തന്നെ സംസാരിക്കും. അതുകൊണ്ട് മോള് കരഞ്ഞ് ഒളിപ്പിക്കാൻ തുടങ്ങരുത്. അപ്പോൾ ശരി, കോളേജിൽ വെച്ച് കാണാം. അത്രയും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് പതിയെ തട്ടി അവൻ മുറിവിട്ടിറങ്ങി. ഇത്രയൊക്കെ കേട്ടപ്പോൾ തുമ്പിപ്പെണ്ണ് ആലോചനയിലാണ്ടു. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള പെൺകുട്ടികളാണ്. സാധാരണ നോക്കുമ്പോൾ ഡിഗ്രി കഴിയുമ്പോഴേ പെൺപിള്ളേരെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതാണ്. പക്ഷേ ഇവിടെ തിരിച്ചാണ്. ഒറ്റെണ്ണത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ ജൂനിയർ പിള്ളേരും പുതുതായിട്ട് വരുന്ന കുരിശുകളും. പിന്നെ മെയിനായിട്ട് അലമ്പാൻ കഴിയില്ല. എല്ലാ ടീച്ചർമാരുടെയും നോട്ടപ്പുള്ളിയാണ് താൻ. എന്തായാലും എൻ്റെ തനിക്കോണം എന്താണെന്ന് താൻ തോന്നി അറിയും. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എവിടെ ലേസ്? എവിടെ എൻ്റെ ലേസ്? സങ്കടം വന്നാലും ദേഷ്യം വന്നാലും എന്ത് വന്നാലും നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ലേസ് വേണം. തുമ്പിപ്പെണ്ണ് ലേസ് കഴിച്ചപ്പോഴും ഉറങ്ങിപ്പോയി. അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ തുമ്പിപ്പെണ്ണ് ഉണർന്നൊരുങ്ങി താഴേക്ക് പോയി. രാവിലെ പുട്ടുമായി മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരുന്നു. തുമ്പിയുടെ അനിയൻ തുമ്പിയെ കണ്ടതും വായിൽ വെച്ച പുട്ട് അതേപോലെ പ്ലേറ്റിലേക്ക് വീണു. അമ്മേ, കാക്കമാലൊന്ന് പറക്കുന്നു, നോയിക്കോ. എന്താണാ ചെറുക്കൻ രാവിലെ തന്നെ വിളിച്ചു പറയുന്നത്? അമ്മ അത് കേട്ട് അവനെ അടിക്കാൻ ചട്ടുകുമായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മുന്നിൽ തുമ്പിയെ കണ്ട അമ്മയുടെ വായു അടഞ്ഞു. അവിടുത്തെ ബഹളം കേട്ട് വന്ന അച്ഛൻ നോക്കുമ്പോൾ പ്രതിമ കണക്കിൽ നിൽക്കുന്ന ഭാര്യയും മകനെയും അടുത്തേക്ക് ചെന്നപ്പോൾ അവർ നോക്കുന്നിടത്തേക്ക് നോക്കിയതും അയാൾ ആ അവസ്ഥയിലേക്ക് മാറി. എല്ലാവരെയും മാറി മാറി നോക്കി പൂച്ചിച്ചുകൊണ്ട് തുമ്പി പുറത്തോട്ട് ഇറങ്ങി. പെട്ടെന്ന് അമ്മ അവിടെ പുറകെ ഓടി. എന്തെങ്കിലും കഴിച്ചിട്ട് പോ പെണ്ണേ. എനിക്കൊന്നും വേണ്ട. അത്രയും വിളിച്ചു പറഞ്ഞ് സ്കൂട്ടി എടുത്ത് തുമ്പി പോയി. കോളേജിന്റെ ഗേറ്റ് വഴി അവൾ വണ്ടി കയറ്റിയതും കസേരയിലിരുന്ന സെക്യൂരിറ്റി വരെ അവളെ കണ്ട് അന്തം വിട്ട് എഴുന്നേറ്റ് നിന്ന് നോക്കി. എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. തുമ്പിയാരെയും മൈൻഡ് ചെയ്യാതെ അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. എൻ്റെ ഈശോ, ഇതാരാ തുമ്പിക്കുട്ടിയോ? ഡി ക്ലാസ് തുടങ്ങി 2 പീരീഡ് ആവാതെ കോളേജ് വരാത്ത നീ എന്തെന്ന് നേരത്തെ? തുമ്പി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡി ദുഷ്ട, ഇങ്ങനെ കാര്യം ഉണ്ടായിട്ട് നീ എന്താ നേരത്തെ പറഞ്ഞേ? ഡി, ഇതുവരെ ഒരു പുതിയ സാറും വന്നിട്ടില്ല. ഇനി നിന്നോട് ചുമ്മാ പറഞ്ഞേണോ? പെട്ടെന്നായിരുന്നു ഒരു ബുള്ളറ്റ് ക്യാമ്പസിലേക്ക് കടന്നു വന്ന് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേയായി. തുമ്പി നോക്കുമ്പോൾ അത് അവളുടെ താന്തോന്നിയായിരുന്നു. അവനെ കണ്ടത് അവളുടെ കണ്ണുകളും തിളങ്ങി. പക്ഷെ ആ ബുള്ളറ്റിന്റെ പുറകെയുള്ള വ്യക്തിയെ കണ്ടതും അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. താൻ കാണാൻ പോലും ആഗ്രഹിക്കാത്ത വ്യക്തിയായിരുന്നു അത്. പെട്ടെന്നായിരുന്നു ഒരു ബുള്ളറ്റ് ആ ക്യാമ്പസിലേക്ക് കടന്നു വന്ന് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായിരുന്നു. ഡി, അത് അദ്വൈതയല്ലേ? ഇതന്നെയല്ലേ നിന്റെ ആള്? അദ്വൈതിനെ പോലെ ഒരാളൊപ്പം എന്താ സാറ്? അറിയില്ല, ഇനി ഇവിടെ നിൽക്കണ്ട, ക്ലാസ്സിൽ പോവാം. അത്രയും പറഞ്ഞ് തുമ്പി കീർത്തി വിളിച്ചുകൊണ്ട് പോയി. ക്ലാസ്സിലിരിക്കുമ്പോൾ അവളുടെ മനസ്സ് അവിടെയെങ്കിലും ആയിരുന്നില്ല. ക്ലാസ്സിൽ ചാക്കോ മാഷ് എത്തിയിട്ടും അവൾ ആലോചന നിർത്തിയില്ല. മാഷിന് അല്പം പ്രായം കൂടുതലാണ്. അതിനാൽ എല്ലാവരും മാഷി എന്നാണ് വിളിക്കുന്നത്. വന്നോടനെ തന്നെ പുതിയ അധ്യയന വർഷത്തെ പറ്റിയൊക്കെ കുറേയേറെ മാഷ് വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുത്തു. പെട്ടെന്നാണ് മാഷ് തുമ്പിയെ കാണുന്നത്. ആഹാ, തുമ്പി ഇന്ന് നേരത്തെ ക്ലാസ്സിൽ കയറിയോ? തുമ്പി ഇതൊന്നും കേൾക്കാതെ അവളുടേതായ ലോകത്തായിരുന്നു. അടുത്തിരുന്ന കീർത്തി അവളെ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഞെട്ടി എഴുന്നേറ്റത്. ചാക്കോ മാഷ് നോക്കിയതും എന്നൊരു അലർച്ചയായിരുന്നു. അവളുടെ ബാഗും തോളിട്ട് കീർത്തിയെ നോക്കിയിട്ട് ടാറ്റയും കൊടുത്ത് സ്ലോ മോഷനിൽ നടന്ന് ചാക്കോ മാഷിന്റെ അടുത്തെത്തി. സർ, ഒരു ദിവസമെങ്കിലും ക്ലാസ്സിലിരിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക. എന്നെ പുറത്താക്കാതെ ഇരുന്നൂടെ? പറ്റില്ല അല്ലേ? അത് കേട്ടത് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അതുകൊണ്ടൊന്നും ചാക്കോ മാഷിന് ദേഷ്യം വന്നു. അയാൾ ദേഷ്യത്തോടെ ഗെറ്റ് ഔട്ട് അടിച്ചു.
അവൾ ഒറ്റവട്ടത്തിൽ ക്ലാസ്സിന് വെളിയിലെത്തി. അവിടുന്ന് വെളി കണ്ടിട്ട് കീർത്തിയെ നോക്കി. അവളെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാൻ അവൾ വഴികൾ ആലോചിച്ചു. തുമ്പിപ്പെണ്ണ് അവിടുന്ന് പല കോപ്രായം കാണിച്ചെങ്കിലും കീർത്തി അവളെ മൈൻഡ് ചെയ്ത് പോലുമില്ല. അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. അവിടേക്കൊന്ന് വീക്ഷിച്ചു. കുട്ടികളെല്ലാം ക്ലാസ്സിലാണ്. അതങ്ങനെയല്ലേ വരൂ. ആദ്യ ദിവസം ആരെങ്കിലും പുറത്താക്കുമോ? പക്ഷേ സാറിന് എന്നോട് സ്നേഹമൊക്കെയുണ്ട്. എന്നെ കളിയാക്കി ചിരിച്ചവളോട് സാറ് പറയാണ്, അവള് ക്ലാസ്സിൽ കയറില്ലെങ്കിൽ പോലും കോളേജ് ഫസ്റ്റാ. നീയൊക്കെ ക്ലാസ്സിൽ നിന്ന് പോലും അവിടെ പകുതിയെങ്കിലും മാർക്ക് വാങ്ങാൻ ശ്രമിക്കണ്ടോ? എവിടെ? അവളോട് പ്രതികാരം ചെയ്യാൻ നടക്കുകയല്ലേ കുറെ എണ്ണങ്ങള്. പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അത് അവളെക്കാൾ മാർക്ക് വാങ്ങി കാണിച്ച്, അല്ലാതെ പല കോപ്രായങ്ങൾ കാണിച്ചല്ല. അത്രയും പറഞ്ഞ സാറ് വേറെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. മാർക്കിന്റെ കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തിയത് രേവതിയോടാണ്, ബാക്കി അദ്വൈതിനോടും. ഇതൊക്കെ കേട്ടെങ്കിലും അവരുടെയൊക്കെ മുഖത്ത് പുച്ഛം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് ഇവരും നന്നാകാൻ പോകുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിൻ്റെയൊക്കെ അപ്പുറം നമ്മളും കണ്ടതല്ലേ. അപ്പോഴാണ് തന്നെ ആരോ ഉറ്റു നോക്കുന്ന പോലെ തോന്നിയത്. അവിടെയെല്ലാം നോക്കിയപ്പോൾ തൻ്റെ ഓപ്പോസിറ്റ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ താൻ തോന്നിയാൽ കാണുന്നു. ക്ലാസ് എടുക്കുകയാണെങ്കിൽ പോലും നോട്ടം മുഴുവൻ എൻ്റെ അടുത്താണ്, അതും കരിപ്പിൽ. പിന്നെ ഇയാളെന്തോ ഹിറ്റ്ലറിന് പഠിക്കുകയാണോ? ഇപ്പോൾ കൊല്ലുമല്ലോ എന്നെ അയാളുടെ കൈ കിട്ടിയ. ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ എന്തോ. വാഷൽ പെൺകുട്ടിയുടെ സൈഡിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. അയാൾക്ക് ആൺകുട്ടിയുടെ അടുത്ത് നിന്ന് പഠിപ്പിച്ചാൽ കഷ്ടം. ഒരു ദേഷ്യം വരുന്നു, വിശക്കുകയും ചെയ്യുന്നു. മര്യാദക്ക് വല്ലതും കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഇയാൾക്ക് വേണ്ടി നന്നാകാൻ നോക്കി എന്നെ വേണം അടിക്കാൻ. വയറും തടവി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ചെരുപ്പിന്റെ ശബ്ദം ചെവിയുടെ അടുത്തേക്ക് പതിഞ്ഞത്. ആരാണതെന്നറിയാൻ തലയുയർത്തി നോക്കുന്നതിന് മുന്നേ തന്നെ ആ വ്യക്തി എൻ്റെ അടുത്തെത്തി. കലിപ്പിൽ നോക്കുന്ന നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൾ വിത്ത് ഒരു ലോഡ് കലിപ്പ്. നമ്മൾ എന്നും കൊടുക്കുന്ന ഒരു പുഞ്ചിരി അങ്ങ് സമ്മാനിച്ചു. ചാക്കോ മാഷിനെ നോക്കി എന്നെ വലിച്ചുകൊണ്ട് അവർ പോയി. ഞാൻ മാഷിനെ നോക്കി കോക്രി കാട്ടി കാണിച്ചു. നമ്മുടെ താതോന്നിയുടെ മുഖത്തൊരു ദയനീയ നോട്ടങ്ങ് സമ്മാനിച്ചു. പിന്നെ അല്ല, എന്നോട് അക്കാളി. സാർ അവിടുന്ന് എന്നെ എത്തി നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്തില്ല. ഓഫീസ് റൂം എത്തിയത് ലൈബ്രറി അറ്റൻഡർ വന്ന് എന്തൊക്കെയോ പ്രിൻസിപ്പളുടെ അടുത്ത് ചോദിക്കുന്നു. ബുക്കിന്റെ എണ്ണം അങ്ങനെ എന്തൊക്കെയോ. ക്യാൻറ്റീൻ്റെ വല്ല കാര്യമാണെങ്കിൽ എനിക്ക് അഭിപ്രായം പറയുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. പ്രിൻസി എൻ്റെ കൈവിട്ട് ഗ്യാപ്പിൽ ഞാൻ അവിടുന്ന് മുങ്ങി പ്രിൻസിയുടെ ഓഫീസിലേക്ക് കയറി. പ്രിൻസിയുടെ ചെയറിൽ കയറിയിരുന്ന് അതിലൊന്ന് കറങ്ങി. എന്നിട്ട് പേപ്പർ വെയിറ്റ് എടുത്ത് കറക്കി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ വയറ് കരയാൻ തുടങ്ങിയത്. അവിടെ ഇരുന്ന് ബാഗ് ഓർ നോക്കിയിട്ട് എനിക്ക് വേണ്ട സാധനമൊന്നും കിട്ടിയില്ല. പെട്ടെന്നാണ് മുന്നിൽ ലേസ് കണ്ടത്. ലേസ് പെട്ടെന്ന് വലിച്ചെടുത്ത് പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. ഈ പെണ്ണെ പതി കഴിക്ക്, ഞാനൊന്നും തിന്നില്ല നിന്റെ ലേസ്. രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല എൻ്റെ ലക്ഷ്യൂട്ടി. എൻ്റെ ദൈവം തമ്പുരാനെ, നീ ഫുഡ് കഴിക്കാതെ ഇരുന്ന് ക്ലാസ്സിൽ കയറിയത്? എൻ്റെ കൊച്ചിന് പനി വല്ലതും ആണോ എന്ന് പറഞ്ഞ് എൻ്റെ പ്രിൻസി മുഖത്ത് നെറ്റിലെ കൈവച്ച് നോക്കിയത് ഞാൻ കൈമാറ്റി. എൻ്റെ കൊച്ചി എനിക്ക് അസുഖമൊന്നുമില്ല, നന്നാവാൻ ശ്രമിക്കുകയാണ്. സെക്യൂരിറ്റി പറഞ്ഞു തുമ്പി നേരത്തെ പറഞ്ഞ് എത്തിയിട്ടുണ്ടെന്ന്. എന്നാ പറ്റി കാര്യം? ചേച്ചി വിളിച്ചിരുന്നു നിന്റെ കല്യാണം നിശ്ചയിച്ചെന്ന്. അപ്പം നിന്റെ താന്തോന്നി അവന് നീ മറന്നോ? നിങ്ങൾ വിചാരിക്കും ഈ പ്രിൻസിയുടെ ഓഫീസിലൊക്കെ ഇങ്ങനെ കാണിച്ചാൽ ഡിസ്മിസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലോ എന്ന്. ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയാ. ഞാൻ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ലച്ചുകുട്ടി എന്നാണ് വിളിക്കുന്നത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രിൻസിപ്പളും സ്റ്റുഡൻറ്റ് ബന്ധം ഞങ്ങൾ ഒറ്റക്കാണ് ഇങ്ങനെയൊക്കെ വിളിക്കും. എൻ്റെ ലച്ചുകുട്ടി ചോദിച്ചതിനെല്ലാം മറുപടി കൊടുക്കട്ടെ. എൻ്റെ ലച്ചുകുട്ടി താന്തോന്നി തന്നെയാണ് വിവാഹം കഴിക്കുന്നത്. ഇന്നലെ നടന്ന സംഭവം എല്ലാം വിശദമായി ഞാനങ്ങ് വിവരിച്ചു കൊടുത്തു. ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? അതെ അതെ, ലച്ചുകുട്ടി എനിക്ക് വിശക്കുന്നു. നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും വാങ്ങി കഴിക്കാം. എങ്കിൽ വാ. ഫുഡ് റെഡി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഓഫീസിലേക്ക് കയറി വന്നു. നിന്നെയും പുറത്താക്കിയോ? അവൾ വാപ്പുത്തി ചിരിച്ചോട് ചോദിച്ചു. അയ്യടാ, എന്നാ പുറത്താക്കിയെന്നല്ല, ഈനാമ്പേച്ചിൽ ആ മരപ്പെട്ടി ക്ലാസ്സിൽ നിന്നിട്ട് കാര്യമുണ്ടോടി? അതില്ല. എന്നെ നീ എന്താ വിളിച്ച് ഈനാമ്പേച്ചിന്നോ? കള്ളക്കിളവാ. അതും പറഞ്ഞ് തുമ്പി അവൻ്റെ അടുത്തേക്ക് അരിപ്പിൽ പോയി. രണ്ടുപേരും പരസ്പരം തല്ലുകൂടാൻ തുടങ്ങി. ഹർഷൻ താന്തോന്നി ഫസ്റ്റ് ഇയർ PG കാരുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തുമ്പിപ്പെണ്ണിനെ കണ്ടത്. കോളേജിൽ വന്നിട്ട് എല്ലായിടവും നോക്കിയെങ്കിലും അവളെ കണ്ടില്ല. ക്ലാസ്സിൽ സാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം വേറെ ഏതോ ലോകത്താണ്. പെട്ടെന്നാണ് സാർ അവളെ വിളിച്ചവൻ പുറത്താക്കിയത്. എന്തൊക്കെയോ ക്ലാസ്സിൽ നോക്കി കോക്രി കാണിക്കുന്നുണ്ട്. അവസാനം അടുത്ത അവൾ പുറത്ത് കാഴ്ചയൊക്കെ നോക്കുന്നു. പെട്ടെന്നാണ് എന്നെ അവൾ നോക്കിയത്. ഒരു കലിപ്പ് നോട്ട് അവൾക്ക് കൊടുത്തതും അവൾ മൈൻഡ് ചെയ്യാതെ കണ്ണുടച്ച് വയറുകുത്തി നിൽക്കുന്നു. ഇനി അവൾക്ക് വല്ല അസുഖമുണ്ടോ? പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് പ്രിൻസിപ്പൾ വന്ന് അവരവളെ വലിച്ചു കൊണ്ടുപോയി. പോയ സമയത്ത് അവൾ വിഷമത്തോടെ നോക്കിയതും ആ നോട്ടം കൊണ്ട് എൻ്റെ നെഞ്ചിലാണ്. അവരൊരു കലിപ്പത്തിയാണെന്ന് പ്യൂൺ പറയുന്ന കേട്ടു. ഇനി അവൾ അവരെന്തെങ്കിലും പറയും. അങ്ങനെയെല്ലാമായിരുന്നു എൻ്റെ ചിന്ത. കുറച്ച് കഴിഞ്ഞത് അവിടെ ക്ലാസ്സിൽ നിന്നൊരു ചെക്കനെയും പുറത്താക്കി. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയതും പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി. ബെല്ലടിക്കാൻ എനിക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബെല്ലടിച്ച്. കുട്ടികളോട് ബൈ പറഞ്ഞ അവിടെ താങ്ക് യു പോലും കേൾക്കാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഓടിക്കൊണ്ട് ഓഫീസിന്റെ പുറത്തെത്തിയതും അവിടുത്തെ വാതിൽ തള്ളി തുറന്നും അകത്തെ കാഴ്ചയാണ് ഞാൻ നടുങ്ങിപ്പോയി. ഇതിനെയാണല്ലോ ഈശ്വര ഞാൻ കല്യാണം കഴിക്കുന്നത്. നേരത്തെ ക്ലാസ് മുറിയിൽ നിന്ന് ഓടിപ്പോയി ചെക്കൻ്റെ മേലിരുന്ന് അവൻ്റെ മുടി വലിക്കുന്ന തുമ്പിയാണ് ഞാൻ കണ്ടത്. മറ്റേ ചെക്കൻ അവിടെ അടി കിടന്ന് ഞെരിവിരി കൊള്ളുന്നുണ്ട്. ഇതെല്ലാം കണ്ട് തലയിൽ കൈവച്ച് നിൽക്കുകയാണ് പ്രിൻസി. ഞാൻ തുമ്പിയുടെ അടുത്ത് പോയി അവൾ അവനിൽ നിന്ന് മാറ്റാൻ നോക്കിയതും അവൾ എന്നെ തള്ളി മാറ്റിക്കൊണ്ട് വീണ്ടും അവൻ അടിക്കാൻ തുടങ്ങി.
കുറെ നോക്കിയിട്ട് അവൻ മാറുന്നില്ല കണ്ടതും എനിക്കങ്ങ് ദേഷ്യം എരിഞ്ഞു കയറി. ഞാൻ അവൾ എഴുന്നേൽപ്പിച്ചെടുത്ത് കവിളിലേക്ക് ആഞ്ഞു വീശിയടിച്ചു. അടിയുടെ ആഘാതത്തിൽ അവൾ പുറകോട്ട് വീഴാൻ പോയി. നിറകണ്ണുകളോടെ അവൾ എന്നെ നോക്കിയപ്പോഴാണ് അവളുടെ കവിളിൽ എൻ്റെ 4 വിരലും പതിഞ്ഞ് ചുണ്ടുപൊട്ടി ചെറുതായി ചോര പൊടിഞ്ഞ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണു നിറച്ചൊരു നോട്ടം നോക്കി അവൾ ഓഫീസ് റൂമിട്ട് ഇറങ്ങിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.